നമ്മുടെ ഭക്ഷണ രീതി ക്യാൻസറിനെതിരെ ഒരു വല്ല പ്രതിരോധമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് ചിന്തിച്ച് നോക്ക്. അതിലൊരു ഭക്ഷണ രീതി നിങ്ങൾ ഒരുപാട് സർപ്രൈസ് ചെയ്യുന്നതാണ്. പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മുഴുധാന്യങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, നട്ട്സ്, സീഡ്സ്, ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഇത് നമ്മളിൽ ക്യാൻസർ വരുന്നത് തടയാൻ കൂടി സഹായിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്ന് അറിയാം. നമ്മൾ ഈ ഭക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം നാര് ചെല്ലും, ഫൈബർ ചെല്ലും. ഈ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ ഒരുപാടുണ്ടല്ലോ, അവർക്കുള്ളൊരു ഭക്ഷണമാണ് ഫൈബർ. അതോടൊപ്പം തന്നെ ഈ ഫൈബറിനെ ഈ നല്ല ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ക്യാൻസർ കോശങ്ങൾ വളരുന്നത് തടയാൻ സഹായിക്കുന്ന ചില സംഭവങ്ങളായിട്ട് പരിവർത്തനം ചെയ്യും. അതുമാത്രമല്ല, ഈ നല്ല ബാക്ടീരിയകൾ ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടി അവസാനം നമ്മളെ വളർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ കോശങ്ങളെ എടുത്ത് ഭക്ഷിച്ച് തീർത്ത് കളയുകയും ചെയ്യും. നമ്മൾ ഓരോ ദിവസവും ഒരു ഗ്ലാസ് പാല് കുടിക്കുകയാണെങ്കിൽ 17% നമ്മളുടെ കോളോറെക്ടൽ ക്യാൻസർ കുറക്കാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാരെന്താ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? ശാസ്ത്രജ്ഞന്മാരെന്താ വിശ്വസിച്ച് പോരുന്നതെന്നറിയാം. നമ്മുടെ പാലിൽ അടങ്ങിയിട്ടുള്ള ഈ കാൽസ്യം അപകടകരമായിട്ടുള്ള ബൈൽ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? അടുത്തത് സർപ്രൈസ് ആർക്കാണെന്നറിയോ? കോഫി കുടിക്കുന്നവർക്കാണ്. നമ്മൾ 3-4 കപ്പ് കോഫി കുടിക്കുകയാണെങ്കിൽ നമുക്ക് നെക്ക് ക്യാൻസറും ബ്രെയിൻ ക്യാൻസറും തടയാൻ അത് സഹായിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ കോഫിക്ക് അലർജി ഉള്ളവരോ അൾസർ ഉള്ളവരോ ഈ പരീക്ഷണത്തിന് മുതിരരുത് കേട്ടോ. അത് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാനും നോക്കണ്ട, പഞ്ചസാര ഇടാതെ കഴിക്കണം.